അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ആറ്റുകാൽ പൊങ്കാല ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത തന്നെ എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. എല്ലാവരും ജാതിയും മതവും ഒന്നുമില്ലാതെ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. വളരെ വിശേഷപ്പെട്ട ദിവസമാണല്ലേ. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആണെന്നറിയാം. അപ്പോൾ അവർക്ക് വേണ്ടി എന്താ പറയുക, മിക്ക വീട്ടിലെ അമ്മമാരും എല്ലാവരും വ്രതത്തിലായിരിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്നാക്കാണ്, വെജ് സ്നാക്കാണ്. എല്ലാവർക്കും അറിയായിരിക്കാം. എല്ലാവരും ഈ 4 മണി സമയത്ത് ചായക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ് നമ്മുടെ ഉഴുന്നുവട. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട എങ്ങനെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കാണുക. വീട്ടിലെല്ലാവരും ഈ ഒരു സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ട് നോർമലി ഇരിക്കുന്ന ദിവസങ്ങളിലോ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റിയാണ്, വളരെ ക്രിസ്പിയാണ്. എല്ലാവർക്കും വേണ്ടത് ക്രിസ്പിനെസ് ആണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ആ ഒരു കൂട്ട് തയ്യാറാക്കുന്നത്, ആ ഒരു വട എങ്ങനെയാണ്, ആ ക്രിസ്പി വട നമുക്ക് എങ്ങനെയാണ്, ഉഴുന്നുവട എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അതിനു വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് സ്ഥിരമായിട്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് വരും. അപ്പോൾ അതിനുമുമ്പേ നമ്മൊന്ന് പോയിട്ട് വരാം. പോയി വന്നു. ബൈ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് നടക്കുന്ന നമ്മുടെ 10 ദിവസത്തെ ഫെസ്റ്റിവലാണ് നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നമ്മുടെ ആ ഒരു ഫീലിങ്. ട്രിവാൻഡ്രം ഉള്ള എല്ലാവരും ഇത് ആഘോഷിക്കുകയാണ്. ഫുൾ അമ്പലങ്ങളിലും ഉത്സവങ്ങളും ബഹളമൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ടൈം നൽകുന്ന ഒരു, എന്താ പറയുക, പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഫെസ്റ്റിവലിലൂടെ എല്ലാ അമ്മമാരും ദൈവത്തോട്, അതായത് ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടി സ്വീറ്റ്സ്, അതായത് പായസം, മണ്ടപ്പുറ്റ് എല്ലാം സമർപ്പിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. സമാധാനവും സന്തോഷത്തിനും വേണ്ടി മാത്രം അവർ സമർപ്പിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലെ എന്താ പറയുക, സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. എല്ലാവരും പൊതുവെ ഈ ചായക്കടയിലൊക്കെ പോയി നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, അയ്യോ എങ്ങനെയാണ് ഈ വട ഉണ്ടാക്കിയെടുക്കുന്നത്, അവരുടെ കൈപ്പുണ്യം എന്താണ്, അവരുടെ സീക്രട്ട് എന്താണ്. അപ്പം ഞാൻ ആ സീക്രട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാം. എല്ലാവരും ഓടി വായോ. അപ്പം നമുക്ക് ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ഇടുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ സവാള ഒരെണ്ണം, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്. ഞാനിവിടെ വലിയ പച്ചമുളക് ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്, ചെറുതാണെങ്കിൽ നിങ്ങൾ 2 എടുത്തോളൂ. പിന്നെ കുരുമുളക് നിങ്ങൾക്ക് കുറച്ച് മുഴുവനായിട്ട് ഇടണം. പിന്നെ സോഡാപ്പൊടി, ഒരു പിഞ്ച് ഓഫ് സോഡാപ്പൊടിയാണ് ഇടേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് സോൾട്ടാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കുറച്ച് അരിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലോട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ഉഴുന്നും നമ്മുടെ ചെമ്പാവരി അരിയില്ലേ, നമ്മുടെ ചോറ് വെക്കുന്ന അരി, അതൊന്നും ഞാൻ രാത്രി സോക്കാനായിട്ട് വെച്ചിരുന്നു. അത് രാവിലെ ആയപ്പോൾ നന്നായിട്ടത് സോക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ചെമ്പാവരി ഇടണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറുണ്ടല്ലോ, ഈ ഉഴുന്ന് ആട്ടുമ്പോൾ ചോറിട്ട് ആട്ടാം. നിങ്ങൾ എനിക്ക് എൻ്റെ ചോറ് മിച്ചമില്ലാഞ്ഞിട്ടാണ് ഞാൻ അരിയായിട്ട് തന്നെ ഉഴുന്ന് ഇട്ടത്. ഇനി ആ കുതിർത്ത് വെച്ചത് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം മാത്രമാണ് ഇതിന് വേണ്ടത്. ഒരുപാട് വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കരുത്, നമുക്ക് വടയ്ക്ക് ആ ഒരു പരുവം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടാണ് ആ ഉഴുന്നത് മിക്സിയിലിട്ടു. വെള്ളം പോലും ഒഴിക്കാതെയാണ് ഞാൻ അടിച്ചെടുത്തത്. കണ്ടോ, ഈ ഒരു പരുവമാവണം. നല്ല കട്ടി വേണം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എപ്പോഴും ഉഴുന്ന് കിട്ടാനായിട്ട്.
ആ ഉഴുന്നിന് ആ ചോറും കൂടെയോ അല്ലെങ്കിൽ ഞാൻ അരിയായിട്ടാണ് ഇട്ടത്, അപ്പോൾ അതൊന്ന് ആട്ടി വരുമ്പോൾ ആ ചോറാണ് നമ്മുടെ ഈ ഒരു ക്രിസ്പീനെസ് തരുന്നത് നമ്മുടെ ഉഴുന്ന് വടയ്ക്ക്. മാക്സിമം എല്ലാവരും ചോറിടാൻ ട്രൈ ചെയ്യുക, അതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാനിൽ നമ്മൾ നന്നായിട്ട് അത് ചൂടാക്കാൻ എണ്ണ വെക്കണം. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ചൂടാവുന്ന സമയത്തും ഈ വടയെ നമ്മൾ എങ്ങനെയാണ് ഇടേണ്ടത്, എങ്ങനത്തെ ഷേപ്പാണ് ഇടേണ്ടതെന്ന് അറിയണ്ടേ. നമ്മളെപ്പോഴും ഒരു വടയ്ക്ക് റൗണ്ട് ഷേപ്പിൽ നടുക്കൊരു ഓട്ട കാണില്ലേ, അത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ആ വെള്ളം നമ്മളെടുത്ത ബൗളിൽ നമ്മുടെ കൈ ഒന്ന് നനയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മളൊന്ന് റൗണ്ടാക്കി എടുത്തിട്ട് ആ നടുക്കുക കണ്ടോ, ആ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകണം ആ വട. നമ്മൾ അല്ലെങ്കിൽ സാധാരണ കൈ നനച്ച് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ വട ഇതുപോലെ നമുക്ക് വിട്ടു പോകത്തില്ല, ഒട്ടിപ്പോകും നമ്മളെ കയ്യിൽ. അതുകൊണ്ട് എളുപ്പത്തിനൊരു വഴി പറഞ്ഞു തന്നെയാണ്. ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കേസും കൂടെ ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കളറും ക്രിസ്പീനെസ്സൊക്കെ കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ നോക്കുക. നമ്മുടെ ഹോട്ട് ചായയുടെ കൂടെ ഹോട്ട് ഉഴുന്നുവട, ക്രിസ്പി ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് ആ വോയിസ് ഓവറിൽ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് മിസ്റ്റേക്കൊക്കെ ആദ്യമായിട്ട് ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും പറ്റാറുണ്ട്. അപ്പോൾ എനിക്കും അത് ഇതേപോലെ തന്നെയായിരുന്നു. ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര റോങ് ആയിരുന്നു. എല്ലാവരും ഓരോ റെസിപ്പീസ് ചെയ്യുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് മാക്സിമം ട്രൈ കൊടുത്തിട്ടാണ് അതിൽ ചെയ്യുന്നത്, മാക്സിമം എഫേർട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മിസ്റ്റേക്ക് ചെയ്യാത്ത ആരും ഇല്ലല്ലോ, മനുഷ്യരല്ലേ, മനുഷ്യരപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വരാൻ കാരണം ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആദ്യം തന്നെ വട ഉണ്ടാക്കുമ്പോൾ ഈ എല്ലാവരും ചോദിക്കും സോഡാപ്പൊടിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക, ഇച്ചിരി പഫി ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് സോഡാപ്പൊടി യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെയുള്ളത് എന്താ, നമ്മുടെ അരിപ്പൊടിയും ചോറൊക്കെയാണ് നമ്മുടെ ആ ഒരു വടയ്ക്ക് ക്രിസ്പിനെസ് കൊടുക്കുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ വട ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് ഓയിൽ നല്ല ഹീറ്റ് ആവണം, നല്ല ചൂടായതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വട ഇടാൻ പാടുള്ളൂ. പിന്നെ വട ഇട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വായതൊക്കെ പോകരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് ഒരു കാരണവശാലും നിങ്ങൾക്ക് നല്ലൊരു സംഭവം കിട്ടത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ കരിഞ്ഞു പോകും, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം അതിൻ്റെ മൂട്ടിൽ തന്നെ നിന്ന് ചൂടോടെ ആ ഒരു വേവ് അനുസരിച്ച് നിങ്ങൾ എടുക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ എനിക്ക് മെയിനായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ളത്, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ, എന്തെങ്കിലും കുക്കിങ്ങിൻ്റെയോ റെസിപ്പിയുടെയോ എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓടി കമൻറ്റ് ബോക്സിൽ വായോ, ഞാൻ അവിടെ കാണുന്നതാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കാണാം, അത്രയേ ഉള്ളൂ. അപ്പോൾ പോട്ടെ, ടാറ്റാ.